മഴയുടെ കാര്യങ്ങളൊക്കെ തിരക്കി എല്ലാവരും വിളിക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയാമായിരുന്നു, ഈ 8 വർഷമായിട്ട് ഞാൻ ഇതുപോലൊരു മഴയും കാറ്റുമൊന്നും കണ്ടിട്ടില്ല എന്ന്. പക്ഷേ ന്യൂസ് കണ്ടപ്പോഴാണ് മനസ്സിലായ 50 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മഴയെന്ന്. നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. നല്ല കഷ്ടമായിരുന്നു. 10 മണിക്കൂർ എങ്ങനെയെങ്കിലുമൊക്കെ ഡ്യൂട്ടിയൊക്കെ നോക്കിയിട്ട് വീട്ടിലെത്തിയപ്പം വീട്ടിലെ അവസ്ഥ അതിനും ശോകമായിരുന്നു. തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക വീടുകൾക്കും സൺഷെയ്ഡ് ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഈ വീടിന് സൺഷെയ്ഡ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വെന്റിലേഷനിൽ കൂടെ വെള്ളമെല്ലാം ഒലിച്ചിറങ്ങിയിട്ട് ദേ ഈ ബെഡ്റൂം വഴി ഈ സിറ്റൗട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതായിരുന്നു മെയിൻ പരിപാടി. ഇതൊക്കെ കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും നല്ല വിശപ്പ്. ഫുഡ് ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. 24 അവേഴ്സിൽ കൂടുതലായിട്ട് മഴയുള്ളതുകൊണ്ട് നമ്മുടെ സ്റ്റേഷനിലെ അവസ്ഥ ഇങ്ങനെയാണ്. അങ്ങനെ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഒരു കട ഓപ്പൺ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ വീടിന് വെളിയിൽ ഇറങ്ങിയപ്പോൾ സ്റ്റെപ്പിന്റെ അവിടം വരെയൊക്കെ വെള്ളമായിട്ടുണ്ടായിരുന്നു. എന്തായാലും പുറത്തുപോയി ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് വെച്ചിട്ട് പുറത്തിറങ്ങിയപ്പോൾ ദേ ആകെ ഒരു വെജിറ്റബിൾ കറിയും ചിക്കൻ കടയും മാത്രം ഉണ്ടായിരുന്നു ഓപ്പൺ ആയിട്ടിരുന്നത്. അങ്ങനെ പിന്നെ ദേ കോളിഫ്ലവർ വാങ്ങിച്ചു കേട്ടോ. കോളിഫ്ലവർ ബജി കഴിക്കാൻ ഒരു തോന്നൽ. മഴയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ കോളിഫ്ലവർ ബജിയും ഒരു ലെമൺ ടീ ഒക്കെ കുടിക്കുമ്പോൾ നല്ലൊരു ഇതല്ലേ. അങ്ങനെ ലെമൺ ടീ ഒക്കെ ഉണ്ടാക്കി ദേ ബജിയൊക്കെ ആയിട്ട് കഴിക്കുകയാണ്. ഇത് കഴിച്ചിട്ട് വേണം ചിക്കൻ മന്തി ഉണ്ടാക്കാൻ. ചിക്കനൊക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഷോർട്സ്